പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോൾ അക്ഷോഭ്യമായി അതിനെ നേരിടുന്ന അങ്ങയുടെ സമചിത്തതയെ എല്ലാവരും പ്രത്യേകം നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറ അതുകൊണ്ട് അങ്ങയെ ഒരു റോൾ മോഡലായി തന്നെ ആ വിഷയത്തിൽ കണ്ടുകൊണ്ടാണ് അവരുടെ ആശങ്ക. ഒരു വിശദമായ ഉത്തരം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര വിശദമായി പോയാൽ അത് വളരെ കൂടുതലായി പോകും. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിങ്ങൾ ജീവിച്ചിരുന്ന പോലുള്ള ഒരു കാലത്തല്ല എൻ്റെ ചെറുപ്പകാലം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും അച്ഛനമ്മമാരായാലും ചുറ്റുപാടുള്ളവരായാലും എല്ലാം നിങ്ങളുടെ പഠിത്തത്തെ വലിയ തോതിൽ പിന്താങ്ങുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ താല്പര്യമെടുത്ത് നിങ്ങളെ കൂടെ നിൽക്കുകയായിരിക്കും അച്ഛനും അമ്മയൊക്കെ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ രീതി. ഇരിക്കും ചോദിച്ചാലിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചുറ്റുപാടും അങ്ങനെ പഠനത്തെ പിന്താങ്ങാൻ പറ്റുന്ന അധികം ആളുകളില്ല. ആ പഴയ തലമുറ എന്ന് പറയുന്നതിൽ ആ തരത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചവർ തന്നെ വളരെ കുറവാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിനാവശ്യമായ പിന്തുണ ലഭിക്കുക എന്നുള്ളത് അന്ന് അത്ര പ്രായോഗികമല്ല. അതാണ് ഒരവസ്ഥ. പിന്നെ അങ്ങനെയൊരു വിദ്യാഭ്യാസത്തിൻ്റേതായ പിൻബലമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ പിറക്കുന്നത്. എൻ്റെ അച്ഛനൊരു ചെത്തുതൊഴിലാളിയാണ്. അമ്മ സാധാരണ വീട്ടു തൊഴിലും പിന്നെ കാർഷിക വൃത്തിയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു നാടൻ സ്ത്രീയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധാരണ ഒരു കുടുംബം ഒരു 5ാം തരം പഠനം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെല്ലുവിളി വരികയാണ്. അപ്പോൾ വളരെ വിശദമായി പോകണോ? പറയണം സാർ, കുട്ടികൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇനി പഠിക്കണ്ട, എന്താ പഠിച്ചിട്ടെന്താ കാര്യം? ഇനി അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ ബീഡി കിട്ടുന്നുണ്ട്. ബീഡി തിരച്ചിട്ട് ഒരാൾ ബീഡി തിരക്കും, അത് കെട്ടിക്കൊടുക്കും കുട്ടി മുന്നിലിരുന്നിട്ട്. അപ്പോൾ ബീഡി കെട്ടാൻ പോയാൽ മതി എന്നായി. അപ്പോൾ എന്നെ പഠിപ്പിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകൻ അദ്ദേഹം എൻ്റെ അമ്മയെ വിളിപ്പിച്ചു. ഈ കുട്ടി തുറന്ന് പഠിക്കണം കേട്ടോ, പഠിക്കുന്നിടത്തും വരെ പഠിക്കണം, അതുകൊണ്ട് തുറന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നാലും മറ്റേ സമ്മർദ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. അപ്പോൾ ഒരു അകന്ന ബന്ധുവായ ഒരാളുടെ അടുത്ത് ചെന്നു. അയാളൊരു ബീഡിപ്പണിക്കാരനാണ്. അപ്പോൾ ഇവനെ കൂട്ടണമെന്ന് പറഞ്ഞു. അവനത്ര അതിനൊന്നും കൂട്ടാനൊന്നും ആയിട്ടില്ല, അവനും പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ മടക്കി. അപ്പോൾ നാട്ടിലൊരു പ്രധാനിയായിട്ടുള്ള മറ്റൊരു ബീഡി തൊഴിലാളിയുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തായി വന്ന ഒരാളാണ് അയാൾ, രക്ഷിതാവിനെ പോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അവനൊന്നും ഇപ്പം ജോലിക്കൊന്നും പോകണ്ട, ജോലിയല്ല പണിയാണ്, പണിക്കൊന്നും പോകണ്ട, ഇവിടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ UP സ്കൂളിലായി. UP സ്കൂളിലായപ്പോൾ അവിടെ എൻ്റെ ഒരു മലയാളം അധ്യാപകനുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കഥയാണത്. ഒരു മുൻഷി എന്നാണ് ഞങ്ങൾ വിളിക്കുക, വിദ്വാൻ വി ശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നക്ഷത്രം പറഞ്ഞു. ഇതായിരിക്കില്ല കേട്ടോ, എൻ്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അപ്പം മുൻഷി അമ്മയെ വിളിച്ചു എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലൊരു വാർത്തയാണ്. അതൊരു സംഭവമായിട്ട് മാറി. അങ്ങനെ അവിടെ അമ്മ ചെന്നു. അപ്പോൾ ചോദിച്ചു, ഏതാ പ്രസവ സമയത്തായിരുന്നു എന്ന് ചോദിച്ചു.
അന്നൊന്നും ഈ കൃത്യമായിട്ട് സമയം എഴുതി വെക്കുന്ന സമയമില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ജ്യോതിഷ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളീ പറയുന്നതല്ല നക്ഷത്രം, മറ്റൊരു നക്ഷത്രമാണ്. അന്ന് ഇന്ന സമയത്തേക്ക് നക്ഷത്രം കഴിഞ്ഞു, അടുത്ത നക്ഷത്രം ഇന്ന സമയത്ത് ആരംഭിക്കുകയാണ്. ഞാൻ എഴുതിത്തരാം ഇവൻ്റെ ജാതകം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ജാതകം എഴുതി അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നീട് എന്നിട്ട് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടെ നിങ്ങൾ നിർത്തിക്കോ, അതേവരെ പഠിപ്പിക്കണം, ആ വാക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് എൻ്റെ തുടർ പഠനത്തിന് ഇടയാക്കിയത്. അപ്പോൾ അന്ന് UP സ്കൂളിൽ ESLC എക്സാമിനേഷൻ ഉണ്ട്. ആദ്യത്തെ പൊതുപരീക്ഷയാണ്. ആ ESLC എക്സാമിനേഷൻ ആ സ്കൂളിൽ ഞങ്ങൾ 3 പേര് മാത്രമാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ മറ്റ് പിന്തുണയൊന്നും ഈ പറഞ്ഞ ഒരു പിന്തുണയും ലഭിക്കാനില്ല കേട്ടോ. ഇതിനിടക്ക് നമ്മൾ സ്വന്തമായി പഠിച്ചു, അങ്ങനെ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ ഇത്തരം വെല്ലുവിളികൾ നിലനിന്നു. കോളേജ് തുറന്നു പോകുന്നു. ഹൈസ്കൂളിൽ പെരളശ്ശേരി ഹൈസ്കൂളിൽ ചേരുന്നു. അവിടുന്ന് പിന്നെ SLC കഴിഞ്ഞതിന് ശേഷം 1 വർഷം ഒഴിവ് വരുന്നു. അതായത് ആ SLC കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ ഭദ്രാവതിയിലുണ്ടായിരുന്നു. അവിടെ ഞാൻ പോയിരുന്നു. വെറുതെ പോയതാണ്. പക്ഷേ തിരിച്ചെത്തുമ്പോഴേക്ക് കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. പാസ്സായി എന്ന് വിവരം കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. 1 വർഷം പിന്നെ അപ്പോൾ അടുത്ത സ്ഥലത്ത് തന്നെ നെയ്ത്ത് പണിയുണ്ട്. അപ്പോൾ അവിടെ പോയി നെയ്ത്ത് പണിയെടുത്തു 1 വർഷം. അതൊരു ഗുണമായി, കുറച്ച് കാശ് അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന നില വന്നു. അങ്ങനെയാണ് PUCക്ക് ചേരുന്നത്. അന്ന് PUC ആണ്, നിങ്ങളെ പ്രീ ഡിഗ്രി അല്ല, നേരത്തെ ഉണ്ടായ പ്രീ ഡിഗ്രി അല്ല. അപ്പോൾ PUCക്ക് ചേർന്നു. ആ കോളേജ് വിദ്യാഭ്യാസ ഘട്ടത്തിൽ നല്ല പൊതുധാരണകൾ വളർന്നു വരികയാണ്. വളരുന്നതോടൊപ്പം നമ്മുടെ പൊതുധാരണയും മാറുമല്ലോ. അങ്ങനെ എനിക്കും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. വിദ്യാർത്ഥി പ്രവർത്തകനായി മാറുന്നു. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഏറ്റവും പ്രധാന പ്രവർത്തകരിൽ ഒരാളായിട്ട് ഞാനും മാറുന്നു. അതിൻ്റെ ഭാഗമായി ആ സംഘടനയുടെ, അന്ന് KSF ആണ് ഞാനുണ്ടായിരുന്ന സംഘടന, ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായും സെക്രട്ടറിയായൊക്കെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എൻ്റെ ചുറ്റുപാട്. രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. എൻ്റെ നാട്ടിലത് ഒറോട്ടി എന്ന് പറയും. അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. അപ്പോൾ ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും, ഒരു ഫയൽ, അതിനകത്ത് ഇത് വെക്കും, ഉച്ചക്കത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല. ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നും വരും. അങ്ങനെയൊക്കെയുള്ളൊരു നാളുകളായിരുന്നു എൻ്റെ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലം. എന്നാൽ ആ കാലത്തും ആരുടെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല. എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കൽ തുടങ്ങിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സുണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ഒരേ ഡ്രസ്സായാലും ഒരേ നിറമായാലും. അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണ നിലക്കങ്ങ് എടുത്താൽ മതി. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി. അത് ഏറ്റവും പ്രധാനമാണ്. എന്താണോ ഉള്ളത് അത് വെച്ച് ജീവിക്കാൻ പഠിക്കുക. അതിൻ്റെ ഭാഗമായി പിന്നീട് പൊതുരംഗത്തേക്ക് കോളേജിൽ തന്നെ മാറുകയാണ്. കോളേജിൻ്റെ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോഴേക്ക് വലിയ തോതിലുള്ള പൊതുപ്രവർത്തകനായിട്ട് മാറുകയാണ്. അങ്ങനെയൊക്കെയാണ് 25-ാമത്തെ വയസ്സിൽ MLA ആയി വരുന്നത്. പിന്നീട് പൊതുപ്രവർത്തനമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ.